വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. തൊഴിൽ സംബന്ധമായിട്ട് പലതരത്തിലുള്ള വിഷയങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. വളരെ മര്യാദയോടുകൂടി ചെയ്തു വന്നിരുന്നതായ തൊഴിൽ മേഖല പെട്ടെന്ന് അത് വിട്ടുപിരിയേണ്ടി വരിക, അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വളരെ മാനസികമായിട്ട് വിദേശത്തൊക്കെ പോയിട്ട് നല്ല പ്രതീക്ഷയോടുകൂടി ജോലിക്ക് കയറി നോക്കുമ്പോൾ അത് ചിലത് അധികം ഈട് നിൽക്കില്ല. ചിലത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ആ ജോലി സ്ഥലത്ത് നിന്ന് വിട്ടൊഴിയേണ്ടി വരുന്നു. ചിലവർക്ക് അവിടെ നിന്നിട്ട് തന്നെ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ജോലിനെ സംബന്ധമായിട്ട് ഇപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്, അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ കൂടുതൽ സംഗതികളൊക്കെ വെച്ചിട്ട് നമുക്കതുപോലെ എത്താൻ പറ്റുന്നില്ലോ എന്നുള്ള കുശുമ്പ് അത് ചിലപ്പോൾ വല്ല വൈരാഗ്യത്തിലൊക്കെ വരാം. അങ്ങനെ അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാനും ഇദ്ദേഹത്തിന് ഉയരാനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ മറ്റേ ആൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അവരുടെ കർമ്മങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് ആ സ്ഥാപനം തന്നെ കൂട്ടിപ്പോരേണ്ടതൊരവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് പ്രത്യേകിച്ചൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ജാതകവശാൽ അല്ലെങ്കിൽ ചാരവശാലൊക്കെ ശനിദേശമൊക്കെ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുക. അപ്പം 10ാം ഭാവം എന്ന് പറഞ്ഞാൽ ജനിച്ച രാശിയുടെ 4, 7, 10 ഇതിലൊക്കെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം ഏഴര ശനി എന്നാണ്, അല്ല കണ്ടകശനി എന്നാണ് പറയാം. അപ്പോൾ ഈ ശനി ഒരു രാശിയിൽ നിന്ന് വന്ന ഒരു രാശിയിലേക്ക് പ്രവേശിച്ചാൽ അടുത്ത രാശിയിലേക്ക് പോകുമ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ടാണ് പോവുക. അങ്ങനെയാണ് തുടർച്ചയായിട്ട് 2.5 അങ്ങനെ ആ പോകുന്ന കാലഘട്ടം ഏഴര ശനിയും. ഒരു രാശിയിൽ വന്നാൽ 2.5 കൊല്ലം നിൽക്കുള്ളൂ. ആ 2.5 കൊല്ലം കഴിഞ്ഞാൽ ആ കണ്ടകശനിയാണ് 2.5 കൊല്ലമായിട്ട് നിൽക്കുക. അതിന്ന് 2.5 കൊല്ലം കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ടകശനി വിട്ടു എന്ന് പറയാം. അപ്പോൾ ജനിച്ച ആ രാശിയുടെ ആ ജന്മനക്ഷത്രത്തിൻ്റെ രാശിയുടെ 4, 7, 10 ഇങ്ങനെ ശനി സഞ്ചരിക്കുന്ന കാലം അത് കണ്ടകശനിയാണ്. അപ്പൊ 10ാം ഭാവത്തില് ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി. അപ്പൊ ഈ കണ്ടകശനി സമയത്താണ് അദ്ദേഹത്തിന്റെ തൊഴിൽപരമായിട്ട് വരുന്ന വളരെയധികം ദുരിതങ്ങൾ, തൊഴിൽ നാശങ്ങൾ, തൊഴിൽ ബന്ധനങ്ങൾ, അല്ലെങ്കിൽ വിട്ടിറങ്ങി പോരേണ്ട അവസ്ഥകൾ, ഇതെല്ലാം സംഭവിക്കുന്നത് ഈ കണ്ടകശനി പോലുള്ള സമയങ്ങളിലാണ്. ഏഴര ശനിയും അതിലും കൂടുതലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വഴക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതും സംഭവിക്കാനുള്ള സാധ്യത ഏറുന്നൊരു സമയമാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ വിധി ഉണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടതാണ്. അപ്പൊ അത് അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹം അതിനെ തലവെച്ച് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുക. അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ കണ്ടകശനിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അധിപൻ ആരോ അവര്. അപ്പൊ അങ്ങനെ പ്രവൃത്തിയുടെ ഫലമായിട്ടും സമയദോഷങ്ങളെ കൊണ്ടും ഒക്കെ എന്താണ് ഈ 10ാം ഭാവത്തിൽ നിൽക്കുന്ന അതായത് തൊഴിൽ ഭാഗം, അതായത് തൊഴില്, ജോലി, ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ തെക്കോട്ടും വടക്കോട്ടും നടക്കേണ്ട അല്ലെങ്കിൽ കരഞ്ഞ് കണ്ണീരോട് കൂടി ഇരിക്കേണ്ട സമയം കൂടിയാണ്. വിദേശത്തേക്ക് പോകേണ്ടതായ കാര്യങ്ങൾക്ക് ജോലി റിസൈൻ ചെയ്തു വിദേശത്തേക്ക് പോവാണ്, അതിനും കടക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും വിഷയങ്ങളാവും. ഇനി അവിടെ ചെന്നു ഉള്ള ജോലി വിട്ട് വേറെ ജോലിക്ക് കയറി അല്ലെങ്കിൽ ജോലിപരമായിട്ട് തൊഴിൽപരമായിട്ട് ഒക്കെ ബന്ധനങ്ങൾ വരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശത്രുക്കള് ആഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് തൊഴിലേക്ക് കയറാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന്റെ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകുന്ന സമയം കഴിഞ്ഞാൽ അദ്ദേഹം ഉഷാറായി. അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെയും അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടാം. അപ്പൊ ഇതിനെ കണ്ടറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്, ആ ബുദ്ധിമുട്ടിനെ തീർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാ എന്ന് നോക്കി അറിഞ്ഞിട്ടല്ലേ, ശത്രുദോഷങ്ങളുണ്ടോ, കർമ്മതടസ്സങ്ങളുണ്ടോ, മറ്റുള്ളതായ ഭാവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെല്ലാം തീർത്ത് നല്ല രക്ഷ അതായത് ദേഹരക്ഷ ഇത്യാദികളൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സമയദോഷത്തിന്റെ കൊണ്ടുള്ളതായ തടസ്സങ്ങൾ അതിനൊക്കെ കുറെ മാറ്റങ്ങൾ വരും. പിന്നെ എപ്പോൾ ചിന്തിക്കുമ്പോഴും ധർമ്മദൈവങ്ങൾ, ആ ധർമ്മദൈവങ്ങൾ അനുഗ്രഹത്തിനായിട്ട് ആ ധർമ്മദൈവത്തിനെ കൃത്യമായിട്ട് പരിപാലിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും അവിടെ നിന്ന് മാറ്റി നമുക്ക് നല്ലൊരു പാതയിലേക്ക് എത്തിക്കാനായിട്ട് അവരുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ഈ ധർമ്മദൈവാദികളെ കൃത്യമായിട്ട് ആചരിക്കുക. അതേപോലെ തന്നെ ഭഗവാനെ
സാക്ഷാൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ദൈവങ്ങളെ ദിവസം ഒരു അരമണിക്കൂർ നേരെങ്കിലും വിട്ടാൽ ഒരു 10 നിമിഷം നേരെങ്കിലും ഒരു വിളക്ക് വെച്ചിട്ട് അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എത്ര മാനസിക സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി തൊഴിൽ മേഖലയിലും അദ്ദേഹം ഉയർന്നു വരാനായിട്ട് ഈ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് സാധ്യമാകും. അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.